ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വിരിയാതിരുന്ന കുറച്ച് പൂക്കൾ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു പാർട്ട് 2 പോലെ ഞാൻ ആ ചെടികളും കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കാം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൈസ് ബന്ദിപ്പൂ ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം മൊട്ടായിട്ട് നിൽക്കുക, വിരിയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇത് ഓറഞ്ച് കളറാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണ്ട് വെച്ചിട്ട് കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന്. അതല്ല ഇത്, ഇതിനിപ്പുറത്ത് നിന്നൊരു ചെടിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾസം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ 2 സബ്സ്ക്രൈബേഴ്സ് കുറേ ചെടികളുടെയൊക്കെ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എനിക്ക് ഇതിലും അറിയാത്ത കുറേ ചെടികളുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ബോൾസത്തിൻ്റെ ഒരു വയലറ്റ് കളറാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ ഓൾമോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ശവനാറിപ്പൂവെന്നാണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. പിങ്കും അതിൻ്റെ നടുക്ക് ഇങ്ങനെ കുറച്ച് ഡാർക്ക് പിങ്കും വരുന്നത്, പിന്നെ ഒരു പീച്ച് കളറും ഉണ്ട്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ഇതൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്കിനും ഇതെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു. അപ്പം എന്നാൽ പിന്നെ പാർട്ട് 2 പോലെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇതുമുണ്ട്. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഇലച്ചെടിയാണ്. ഇത് വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ ഉള്ളൊരു സാധനമാണ്. ഞാൻ കുഞ്ഞിലേ മുതലേ കാണുന്നൊരു ചെടിയാണിത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഇതൊക്കെ വാടിക്കൊഴിഞ്ഞങ്ങ് പോകും. അപ്പം നമ്മൾ വിചാരിക്കും ഈ ചെടി പോയി എന്ന് വിചാരിക്കും. പക്ഷേ കുറച്ച് വെള്ളം മതി, ഇത് പഴയ പോലെ കിളുത്ത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഒരു ചെറിയൊരു ചട്ടിയിൽ ഇതിങ്ങനെ നിർത്തിയേക്കാണ്. അപ്പോൾ ഈ കാണുന്ന ചെടിയുടെ പേര് എനിക്കറിയത്തില്ല ഗൈസ്, പക്ഷേ ഇതിന് നല്ല രസമുള്ളൊരു പൂക്കളാണ് ഇതിനുള്ളത്. കണ്ടില്ലേ, ഇതിൻ്റെ മൊട്ടായി വരുന്നതേ ഉള്ളൂ. ഒരു യെല്ലോ കളറിൽ ഒരു തണ്ടിൽ തന്നെ ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ കാണും. അപ്പം അതിൻ്റെ പിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യും. അപ്പം ഇതെന്ന് പറയുന്നത് ഓർക്കിഡിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പം വലിയ ലീഫുള്ള ഒരു വയലറ്റ് കളറിലെ ഒരു ചെടിയാണ്. ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്. ഇത് ആക്ച്വലി ഇതിനൊരു ബ്രൗൺ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ലീഫാണ് ഇതിനുള്ളത്. ഇത് ആക്ച്വലി പോയിട്ട് ഇനി അവസാനം വന്നതൊന്ന് പിടിപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ വല്ലാണ്ടൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതൊരുപാട് വർഷങ്ങളായിട്ട് വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, പിടിച്ചാൽ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ഒരു ചെടിയാണ്. ഇത് വന്നിട്ട് ബിഗോണിയയുടെ വേറൊരു ടൈപ്പാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതും ഒരു പിങ്ക് ആൻഡ് യെല്ലോ ഒരു കോമ്പിനേഷൻ വരുന്നൊരു പൂവാണ് ഇതിനും ഉള്ളത്. നെക്സ്റ്റ് വന്നിട്ട് തെറ്റിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതൊരു പിങ്ക് കളറാണ് വരുന്നത്. ഭയങ്കര കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഇതിനുള്ളത്. അധികം പൊക്കത്തിലൊന്നും ഇത് പോകത്തില്ല. ചെറിയൊരു പ്ലാന്റാണിത്. ഇത് വന്നിട്ട് മന്ദാരമാണ്. പണ്ടൊക്കെ മിക്ക വീടുകളിലും ഉണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ വന്ന് അധികം എങ്ങും കാണാറില്ല ഇത്. പക്ഷേ എന്തായാലും നമ്മൾ ഇത് നട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ടൊരു വൈറ്റ് കളറാണ്. പ്രത്യേകിച്ച് സ്മെല്ലോ ഒന്നുമില്ല, പക്ഷേ വലിയൊരു ഫ്ലവറാണ് ഇതിനുള്ളത്. പിന്നെ ഈ കാണുന്നത്, അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ശംഖുപുഷ്പമാണ്. അത് വയലറ്റും വൈറ്റും കൂടെ മിക്സ് ആയിട്ട് നിൽക്കുന്നത്. ജസ്റ്റ് ഞാൻ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പണ്ടൊക്കെ വീടുകളിൽ ഒരുപാടുണ്ടായിരുന്നായിരുന്നു. ഇപ്പം അങ്ങനെ അധികം കാണാറില്ല. ഇതിൻ്റെ പേര് രാജമല്ലി എന്നാണ്. പൂവ് നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളത് പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഒരുപാട് മുള്ളുള്ളൊരു ചെടിയാണ്. ഇത് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചെടിയാണ് മുല്ല. അപ്പം ഇത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ മൊട്ടായി വരുന്നുണ്ട്. ഇത് കുടമുല്ലയാണ്. ഒരുപാട് ഇങ്ങനെ ഇതളുകളുള്ള ഒരു മുല്ല, കണ്ടോ, ഇതുപോലെയാണ്. അപ്പം ഇതിൻ്റെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും ഒരുപാട് കാണുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ 2 ടൈപ്പിലുള്ള പൂക്കളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് ആദ്യമേ വളർന്ന് വരുമ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡും, അത് കഴിഞ്ഞ് ഇത് കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞ് പൂവിൻ്റെ ഇത് കഴിയാറാകുമ്പോൾ അത് വൈറ്റ് കളറും ആയിട്ട് വരുന്നു. അങ്ങനെ ഇപ്പം നമ്മൾ ആ ഒരു ചെടിയിൽ അതിൻ്റെ ഒരു സീസൺ ആകുമ്പോഴത്തേക്കിന് 2 കളറും കൂടെ മിക്സ് ആയിട്ട് നിൽക്കുന്ന കാണാൻ അടിപൊളിയാണ്. ഇതിന് ഞാൻ പൂത്ത് നിൽക്കുന്ന ഒരു പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അതുപോലെ പറയേണ്ടത് ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. ഭയങ്കര സ്മെല്ലാണ്, നല്ല മണമാണ്. ഇത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാങ്ങാനാറി ചെടിയാണ്. ഇത് ഒരു യെല്ലോ കളറും ഓറഞ്ച് കളറും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ പല തട്ട്, അതായത് 2 തട്ടൊക്കെ വരുന്ന ചെടിയുണ്ട്. പക്ഷെ നമുക്കിവിടെ സിംഗിൾ ലെയർ ആണുള്ളത്. പിന്നെ ഇത് ഞാൻ എടുക്കാൻ കാരണം ഒരുപാട് ബട്ടർഫ്ലൈസ് ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പം അത് 2 സെക്ഷനായിട്ട് നട്ടിട്ടുണ്ട്. ഈ കാണുന്നത് അമ്മയുടെ ഓരോ കലാവിരുതുകളാണ്. ഇതാ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ചെടീനെ 4 മണി എന്നാണ് പറഞ്ഞത്. ഇത് 4 മണിയല്ല, 10 മണി ചെടിയായിരുന്നു. അപ്പം ഇതിതാ ഇങ്ങനെ ഒരു പൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് നാട്ടിയിട്ട് അതിനിടയ്ക്ക് ഹോൾസൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ വെച്ചേക്കാണ്. പക്ഷേ ഇപ്പം മഴയുടെ ഒരു ടൈം ആയതുകൊണ്ട് ഇതിങ്ങനെ ഒരുമാതിരി വല്ലാണ്ട് നിൽക്കുകയാണ്. ഇപ്പം ചെടിയൊന്നും ഇല്ല, അല്ല പൂവൊന്നും ഇല്ല ഇതിൽ. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ നിർത്തിയേക്കാണ് ഗൈസ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അപ്പം ഇത് ഒരു ചെറിയൊരു പൂവാണ് ഇതിനുള്ളത്. ഈ കാണുന്നതാണ്. അത് വൈകുന്നേരം ആയതുകൊണ്ട് അത് വാടി നിൽക്കുകയാണ്. അപ്പം ഇതും ഒരു ചെറിയ പൂവാണ് ഇതിനുള്ളത്. വയലറ്റ് കളറിലൊരു പൂവാണ്. അപ്പോൾ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് പിറ്റൂനിയയാണ്. ഇതിൻ്റെ വൈറ്റ് കളറാണ്. പക്ഷേ ഇതായിട്ടില്ല, നട്ട് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു ഓറഞ്ച് കളറ്, പിന്നെ മജന്ത, പിങ്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു പീച്ച് കളറാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതാ മജന്തയും നിപ്പുണ്ട്. അപ്പം ഇത് ചൈനീസ് ബോൾസം. മറ്റേത് ഇതിൻ്റെ വലിയ സൈസാണ്. ആ നിൽക്കുന്ന കുറച്ചുകൂടെ ഡാർക്കർ ഒരു ലീഫിൻ്റെ കളറൊക്കെ വരുന്നത് അതിൻ്റെ വലിയതാണ്. പിന്നെ ഗൈസ് ഈ സാധനം ഇത് ആന്തൂര്യമാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത് പോകാറായെന്ന്. പക്ഷേ ഇത് കാട്ടിൽ ഒരു പൂവായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അകത്തോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ദൂരെ നിന്ന് സൂം ചെയ്തെടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ഇനിയും കുറേ ചെടികളും കൂടെ ബാക്കിയുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് പൂ ഇട്ടിട്ടില്ല. സമ്മർ ആവുന്നുണ്ടെങ്കിൽ ഒരുപാട് പൂക്കൾ കാണും. മഴ ആയതുകൊണ്ട് പല ചെടികളും പോയി നിൽക്കുകയാണ്. അപ്പം ഇനിയും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെടികൾ പൂക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ടായി വരുവാണെങ്കിൽ ഞാൻ ഇനിയും കാണിക്കാം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.